സംഖ്യാപുസ്തകം 26:64. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവിക കൽപ്പന പ്രകാരം മോശയും അഹരോൻ്റെ മകൻ എലയാസാരും കൂടി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുത്തു. 6,3550 പേർ ആയിരുന്നു തുടക്കത്തിൽ സീനായി മരുഭൂമിയിൽ വെച്ച് തുകയെടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് എണ്ണിയപ്പോൾ അവരിൽ ആരും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ആരും ശേഷിച്ചില്ല. ദൈവകോപത്തിൽ വളരെ വലിയൊരു ജനക്കൂട്ടം മരിക്കുവാനിടയായി. ഈ കാലഘട്ടത്തിലും വിളിക്കപ്പെട്ടവർ അനേകർ ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. റോമർ 11:5 കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അർഹതയില്ല എങ്കിലും ദൈവം നമുക്കായി നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നു. സ്വീകരിച്ചാൽ നമുക്കും ഈ ശേഷിപ്പിൽ നിലനിൽക്കുവാൻ സാധിക്കും. കാലേബും യോശുവയും സാഹചര്യങ്ങളെ നോക്കിയില്ല, ദൈവത്തെയും ദൈവിക വാഗ്ദത്തത്തെയും മാത്രം ശ്രദ്ധിച്ചു. ലക്ഷങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ 2 പേർ ദൈവം പറഞ്ഞത് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ശേഷിക്കപ്പെട്ടു. പലരും പലതിനാലും പിന്മാറ്റത്തിലേക്കും അവിശ്വാസത്തിലേക്കും മാറ്റപ്പെടുമ്പോൾ എബ്രായർ 10:39 പറയുന്നത് പോലെ നമുക്ക് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകാം. ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ വന്നേക്കാം, ശോധനകൾ വന്നേക്കാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസ് 1:12 പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് നമുക്കും പറയുവാൻ സാധിക്കട്ടെ. മലാഖി 3:16-17 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപം ആയിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും എന്ന് നാം അവിടെ വായിക്കുന്നു. നമ്മൾ ദൈവത്തിന് ഒരു നിക്ഷേപമായിരിക്കത്തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. വിശ്വസ്തനായ കർത്താവിനെ പിൻപറ്റുന്ന വിശ്വസ്ത മക്കൾ ആയിരിക്കാം നമുക്ക്. സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം തനിക്കായി ഒരു ശേഷിപ്പിനെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ അന്ത്യകാലഘട്ടത്തിലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ആ ശേഷിപ്പിൽ നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പടചേർത്തവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.